നല്ല പച്ചത്തിരണ്ടി വറുത്തരച്ച് വെച്ച കറിയും നല്ല മട്ടേരിച്ചോറും നല്ല വെന്തുടഞ്ഞ കപ്പയും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിച്ച ഈ മഴയത്ത് പിന്നെ എന്നാ വേണം അല്ലെ. ഉണക്കത്തരണ്ടി നമ്മൾ ധാരാളമായി കഴിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് കൊണ്ടുവന്നിട്ട്. പച്ചത്തരണ്ടി ആദ്യമായിട്ട് രുചിച്ച് നോക്കുകയാണെ എന്നാ രുചിയാ. നമ്മുടെ സ്രാവില്ലേ, പച്ച സ്രാവിന്റെ ഒക്കെ കുടുംബത്തിൽ പിറന്ന മീനാണ്. കുടംപുളി ഇട്ട് വറ്റിച്ച തെരണ്ടിക്കറി, അത് വറുത്തരച്ചത് പൊളിച്ചു. ഇതിങ്ങനെയല്ല തിന്നേണ്ടത് അറിയാലോ. കുറച്ച് കപ്പ എടുത്ത് ഇങ്ങനെ ഇട്ട് കുഴച്ച് മട്ടേരി ചോറും കൂടെ കുഴച്ച് മിക്സ് ചെയ്ത് നമ്മുടെ തെരണ്ടി ചേട്ടന്റെ വലിയൊരു പീസ്, മുള്ളില്ല എല്ലേ ഉള്ളൂ, അതാണ് ഇതിന്റെയൊക്കെ ഒരു ഗുണം. ഇതെങ്ങനെ എടുത്ത് വെച്ച് ഒരു ചെറിയ ഉരുള എടുത്ത് അപ്പാര കോമ്പിനേഷനാണ്. വറുത്തരച്ച തെരണ്ടിയുടെ ചാറും ചോറും കപ്പയും കൂടെ ഒന്ന് കഴിച്ചു കേട്ടോ. ചാറിനും അപ്പാര രുചിയാണ്, ഒരു രക്ഷയില്ല. സ്രാവ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മീനാണ്, അതിനോട് കിടപിടിക്കുന്ന രുചിയുണ്ട്. ഇങ്ങനെ പോയാൽ എന്റെ ഷുഗർ കൂടുവേ, അത്ര ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്ത് തന്നത് എറണാകുളത്തുള്ള എന്റെ ചങ്ക് ജാനറ്റിന്റെ അമ്മച്ചിയാണ്. അപ്പൊ രണ്ടുപേർക്കും ചക്കരയുമ്മ. ഈ കൊച്ചിക്കാരുടെ മീൻ റെസിപ്പീസ് കിടപിടിക്കാൻ പറ്റാത്ത അത്രയും വെറൈറ്റി രുചിയാണ്. പല മീൻ രുചികളും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇത് പൊളിയാണ്, അത്ര പൊളിയാണ്. അതാ എല്ലാം കൂടെ ഞാൻ ഇട്ട് കുഴച്ച് വറ്റൽമുളകൊക്കെ ഒന്ന് പീച്ചി ഒഴിച്ച് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ കൂടെ ഒരല്പം പച്ചക്കറി വേണം, അല്പം വ്യത്യസ്തം വേണമെന്നുള്ളവർക്ക് നമ്മുടെ ചെറുപയറും പച്ചക്കായും കൂടെ വെച്ച് തെരണ്ടിയുടെ വലിയൊരു കഷ്ണം എടുത്ത് ഒന്നും കൂടി ഒന്ന് ഒതുക്കി ഇങ്ങനെ ഒന്ന് കഴിച്ചാലുണ്ടല്ലോ പൊളിച്ച്. ഫ്രഷ് മീന്, നല്ല കിടിലൻ റെസിപ്പി, പിന്നെ അന്നമ്മയുടെ നല്ല മയക്കിയ ചട്ടിയില് ഉള്ള പാചകം സൂപ്പറാണേ, പൊളി, അത്ര ടേസ്റ്റ്. അടുത്ത കാലത്തൊന്നും അത്ര രുചിയായിട്ട് ഫ്രഷ് ആയിട്ട് മീൻ തിന്നില്ല. ലാസ്റ്റ് ലക്ഷദ്വീപിൽ നിന്ന് തിന്നാണ്. അപ്പൊ നല്ല കിടിലൻ മീൻ റെസിപ്പീസ് ഇനി ഒരു മാസം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു വണ്ടി മീനും മേടിച്ചിട്ടാണ് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഒന്നും മിസ്സാക്കാതിരിക്കാൻ നമ്മുടെ ഈ ചാനലിനെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുള്ളവര് ഇപ്പൊ ചെയ്തോണേ. ഏകദേശം 1 കിലോ കഴുകി വൃത്തിയാക്കിയ തെരണ്ടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞളും 5 പച്ചമുളക് കീറിയതും 1.5 ഇഞ്ച് ഇഞ്ചിയും 6 വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും 3 കഷ്ണം കുടംപുളിയും കറിവേപ്പിലയിട്ട് തിരുമ്മി അല്പം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഉരുളിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു 1/2 മുറി തേങ്ങയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോൾ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വറക്കാം. നന്നായിട്ട് ബ്രൗൺ കളറാവുമ്പോൾ നല്ല മഷി പോലെ അരച്ചിങ്ങെടുക്കാം. നമ്മുടെ വെന്ത തിരണ്ടി ഉണ്ടല്ലോ, അതിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിച്ച് ഒറ്റത്തളം താളിച്ചൊഴിച്ച് അടച്ചു വെച്ച് കുറച്ച് നേരം അങ്ങ് എടുക്കാം. സാധനം സെറ്റ്.